ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ താഴെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ തൊട്ടേ തിരക്കാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തില്ല. ഞാൻ മറന്നുപോയി. തിരിച്ച് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ എടുത്ത് ബാക്കി നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാമല്ലോ. അമ്പലത്തിൽ പോയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് വാങ്ങാം, നമ്മൾ ഓർഡർ ചെയ്തതാണ്, കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ കേക്ക് സ്റ്റുഡിയോയിലെ മലാപ്പറമ്പുള്ള കേക്ക് സ്റ്റുഡിയോയിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അത് വാങ്ങാൻ പോയപ്പോൾ വീഡിയോസ് എടുത്തു. പിന്നെ ഡെക്കറേഷൻ നടക്കുന്നുണ്ട് താഴെ. അച്ഛനും അനിയനൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരൊക്കെ നാട്ടിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാനും ദിവാട്ടിനും ഒരു യെല്ലോ ഷെയ്ഡൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റും തോന്നുന്നില്ല, പക്ഷേ കേക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഫുൾ ഡ്രസ്സ് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഏകദേശമുള്ളൊരു കോസ്റ്റ്യൂമും. ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്, ഒരു ഫ്രോക്കും, അതിൻ്റെ പുറത്തൊരു ഓവർകോട്ടും. നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് വാങ്ങിയതാണ്. ദിവാട്ടിനും ഇതാ ഒരു യെല്ലോ ഷെയ്ഡ് പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ്, രണ്ടാളും അങ്ങനെയാണ്. കേക്കും മാച്ചാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഫെബ്രുവരി 4 ആയിരുന്നു നമ്മുടെ ആനിവേഴ്സറി. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വേറെ ആരും വന്നില്ല. ഞാനും ഏട്ടനും മാത്രമാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായത്. തണ്ണീർപ്പന്തലിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രജനീഷ് ഏട്ടനെയും മൂത്തമ്മേനെയും മൂത്തച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. രഥം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും മൂകാംബികയിൽ മാത്രമാണ് ഇങ്ങനെ രഥം കണ്ടിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ദീപുവാട്ടിന് ഇന്ന് ലീവ് എടുത്തിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കേക്ക് ഓൾറെഡി കേക്ക് സ്റ്റുഡിയോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ട് അവരോട് കസ്റ്റമൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ വൈകുന്നേരം ഞാനും ചന്തു നവിയൊക്കെ കൂടിയിട്ടാണ് കേക്ക് വാങ്ങേണ്ടിയിട്ട് പോയിട്ടുണ്ടായത്. കറക്റ്റ് ഞാൻ എങ്ങനെ അവരോട് ചെയ്യാൻ പറഞ്ഞു ആ രീതിയിൽ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പം തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ച കേക്കുമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നത്തെ ടെൻഷൻ 2 ടയർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയം എന്തെങ്കിലും ഡാമേജ് പറ്റുമെന്നായിരുന്നു. പക്ഷെ അവർ നല്ല പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നുകൊണ്ട് ഡാമേജോ കാര്യങ്ങളൊന്നും പറ്റാണ്ട് തന്നെ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയ ടൈം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഫ്രഷായി ഞാനും ദീപുവാട്ടിനും റെഡിയായി വന്നപ്പം തന്നെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ സെലിബ്രേന്ന് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായതാണ്. നമ്മളൊരു 7:30 ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പം തന്നെ ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതന്നെ വലിയൊരു സന്തോഷമാണ് നമുക്ക്. അപ്പം ഞാൻ ഓടി നടന്ന് എല്ലാവരും ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ നോക്കുന്നുണ്ട്. കൂടത്തുംപോയിൽ അതായത് അമ്മേൻ്റെ ഫാമിലി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മാമന്മാരും മൂത്തമ്മമാരും അവരെ മക്കളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി അച്ഛൻ, അമ്മ, അനിയൻ, മേമ, ചന്തു, ദേവു ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചി മക്കളൊക്കെ ഓൾറെഡി ക്ലാസ്സും കഴിഞ്ഞ് അവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7:30 ആയപ്പം തന്നെ ബാക്കിയുള്ളവരും കൂടി വന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിയതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇന്നത്തെ ഫുൾ വീഡിയോഗ്രാഫർ നവീൻ ചന്തുവാണ്. രണ്ടാളും കൂടിയിട്ടാണ് എനിക്ക് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് കേക്ക് വെച്ചിട്ടുണ്ടായത്, മെൽട്ടായി പോകാണ്ട് കണ്ടിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ടേബിളിൽ സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കേക്കിൻ്റെ ഭംഗി കാണേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡെക്കറേഷനൊക്കെ ഫുള്ള് അച്ഛനും നവീൻ, ചന്തു, നികേഷ് ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഡെക്കറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ അവരൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ കൂടെ ഞാനും ദീപുവാട്ടിനൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്.
അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തതിന് ശേഷം ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ആൾക്കാർ ഇരിക്കുകയാണ്. ഇവരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അതേപോലെ പേരാമ്പ്രയെന്നും അങ്ങനെയൊക്കെ ദൂരത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അമ്മയും മേമയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവരുടെ പോയിരുന്ന ഓരോ ഉരുളിയൊക്കെ വാങ്ങിയതിന് ശേഷം ഇത് നവി എടുത്ത് തന്ന വീഡിയോ ആണ്. ശരിക്കും ഇത് എടുക്കുന്ന ടൈം ഞാൻ ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ എനിക്കൊന്ന് ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് ഞാൻ വിചാരിച്ച് ആഡ് ചെയ്യാമെന്ന്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നല്ലോണം, അതായത് ഒരു പ്രശ്നമില്ലാണ്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്ന രണ്ടല്ല പല സ്വഭാവങ്ങളും ഉള്ള രണ്ടാൾക്കാരാണ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആവുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ കല്യാണം എല്ലാവരും എന്തായാലും കല്യാണം കഴിക്കും. കാരണം എന്താ വെച്ചാല് നമുക്ക് നമ്മളതെന്ന് പറയാൻ, അതുകൊണ്ടല്ല നമുക്ക് നമ്മളിതെന്ന് പറയാൻ ഒരാള് വേണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രായത്തിലൊക്കെ ആരും വേണ്ടെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല നമുക്ക് കാര്യങ്ങൾ പറയാനും നമുക്ക് സ്നേഹിക്കാനും ഒക്കെ നമുക്ക് നമ്മളിതെന്ന് പറയാൻ ഒരാൾ എന്തായാലും വേണം. അപ്പം എല്ലാവരും എന്തായാലും കല്യാണം കഴിക്കുക, ബാക്കി അനുഭവിക്കുക. ബാക്കി പറ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 4 ഒരു വർഷം ആയോ എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ റിലേഷനിലും സന്തോഷവും ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ചില അച്ഛനമ്മയായിട്ട് നമ്മളടിയാവും, അനിയനായിട്ട് അടിയാവും, അതേപോലെ തന്നെ ഹസ്ബൻഡുമായിട്ടും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ രണ്ടാൾ പരസ്പരം മനസ്സിലാക്കി കോംപ്രമൈസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് പോവാം. അപ്പൊ എല്ലാവരും അടിക്കാത്തത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ വലിയ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ പാടുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കല്യാണം കഴിക്കാത്തവർക്ക് പോയി കല്യാണം കഴിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്തു ഇവനെ കാണിച്ചു കൊടുക്കുക. അടുത്തതാണ് ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ യൂട്യൂബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ജസ്റ്റ് ഇവനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. റെഡി അല്ലേ? താങ്കളുടെ അഭിപ്രായം എന്താണ് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച്? വേണ്ടേ? യൂട്യൂബിൽ ഇടുന്ന വീഡിയോ അതെ, കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ച് അടുത്ത കൊല്ലത്തോടു കൂടി ഇവള് കല്യാണം കഴിക്കുന്നില്ല. ഞാൻ കല്യാണം കഴിക്കില്ല. അല്ല, ആരായാലും കല്യാണം കഴിക്കുന്നതിന് ഒരു അഭിപ്രായം, കല്യാണത്തെ കുറിച്ച് അഭിപ്രായം. ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നമുക്ക് ആ ചെക്കനോടാണോ സഹതാപം അതോ ഇവളോടാണോ സഹതാപം? ഓഫ് കോഴ്സ് ആ ചെക്കനോടായിരിക്കും അല്ലേ? ചെക്കനോടാണ്. പാവടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും ഫുഡ് കഴിക്കേണ്ടിയിട്ടിരുന്നു. ഫുഡ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും സാലഡും പിന്നെ പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ബിരിയാണി നമ്മൾ ആളെ വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിച്ചതാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പപ്പേൻ്റെ ഫ്രണ്ട് സത്യായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ദമ്മിട്ട് ബിരിയാണി വെച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ച എല്ലാവർക്കും ഇഷ്ടമായി. അതേപോലെ എല്ലാവരും പരിപാടിക്ക് വന്ന എല്ലാവരും പറഞ്ഞു പരിപാടിയൊക്കെ അടിപൊളിയായിനെന്ന്. അങ്ങനെ ഞാനും നവിയും ദീപുവേട്ടനും ചന്തുവും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. റൂമൊക്കെ കണ്ടില്ല, ആകെ വലിച്ചു വാരിയിട്ടിരിക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാനല്ല വീഡിയോസ് എടുത്തത്, ഞാനിങ്ങനെ ഫോണും നവിക്കൊക്കെ കൊടുത്തിട്ട് അവരോടൊക്കെ എടുക്കാൻ പറയുക ചെയ്തിട്ടുണ്ടായത്. എൻ്റെ സൗണ്ടൊക്കെ പോയി, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.